ഡിയർ സ്റ്റുഡൻസ്, ഫിസിക്കൽ വേൾഡ് അധ്യായത്തിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ ഏതെല്ലാമാണ്, അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് physics deals with different types of forces and energies in nature. According to Sir Isaac Newton, force is the external agency applied on a body to change its state of rest or uniform motion. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെയോ ചേഞ്ച് ചെയ്യുന്നത് എന്താണോ, ദാറ്റ് ഇസ് കാൾഡ് ഫോഴ്സ്. നമുക്ക് ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റു പാഠത്തിൽ പഠിക്കാനുണ്ട്. ഫോഴ്സിന്റെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ആ പാഠത്തിൽ വ്യക്തമായിട്ട് പഠിക്കാം. ഐസക് ന്യൂട്ടന്റെ ഡെഫിനേഷൻ ഇതാണ്: ഫോഴ്സ് ഇസ് ദ എക്സ്റ്റേണൽ ഏജൻസി അപ്ലൈഡ് ഓൺ എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഡിഫറെന്റ് ഫോഴ്സ് ഇൻ നേച്ചർ, പ്രകൃതിയിൽ ഒരുപാട് ബലങ്ങൾ നമ്മൾ കാണാറുണ്ട്. വ്യത്യസ്തമായ ബലങ്ങളാണ്. ഡെയിലി ലൈഫിൽ കടന്നു പോകുന്ന രീതിയിൽ ഒരുപാട് ഫോഴ്സുകളുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, മസ്കുലർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ടെൻഷൻ ഓൺ സ്ട്രെങ്സ്. ഒരു സ്ട്രിങ് വലിച്ചു കെട്ടിയത് മുകളിൽ അനുഭവപ്പെടുന്ന ഒരു വലിവ്, അതാണ് ടെൻഷൻ ഓൺ സ്ട്രെങ്സ് ഉദ്ദേശിച്ചത്. ബോയാൻ ഫോഴ്സ്, അല്ലെങ്കിൽ ബോയാൻസി എന്ന് പറയാറുണ്ട്. വിസ്കസ് ഫോഴ്സ്, സർഫസ് ടെൻഷൻ, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂട്രൽ ഫോഴ്സ് ആൻഡ് സോ ഓൺ. ഒരുപാട് ഫോഴ്സുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഫോഴ്സുകളൊന്നും തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഫോഴ്സുകളല്ല, ഫണ്ടമെന്റൽ ഫോഴ്സുകളല്ല. ഫണ്ടമെന്റൽ ഫോഴ്സുകളായിട്ട് ഏതാനും ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫോഴ്സുകളൊക്കെ ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ മറ്റു രൂപമാണ്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ നിന്ന് ഉടലെടുക്കുന്ന, അതിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച ഫോഴ്സുകളാണ് ബാക്കിയുള്ളതെല്ലാം. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഫോഴ്സുകളെ ക്ലാസിഫൈ ചെയ്യാം. ജനറലി there are two types of forces. ഒന്ന് ഫണ്ടമെന്റൽ ഫോഴ്സും മറ്റേ ഡെറൈവ്ഡ് ഫോഴ്സും. ഫണ്ടമെന്റൽ ഫോഴ്സാണ് ബേസിക് ആയിട്ടുള്ള ഫോഴ്സ്. ബാക്കിയുള്ള ഫോഴ്സുകളൊക്കെ അതിൽ നിന്ന് ഡെറൈവ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ രൂപമാറ്റം സംഭവിച്ച ഫോഴ്സുകളാണ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് 4 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സുകളാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. ബാക്കി നേരത്തെ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലിസ്റ്റ് പറയാത്തതായിട്ടുള്ള എല്ലാ ഫോഴ്സുകളും ഈ 4 ഫോഴ്സുകളിൽ നിന്നും ഡെറൈവ് ചെയ്തിട്ടുള്ള ഡെറൈവ്ഡ് ഫോഴ്സുകളാണ്. നമുക്ക് ഓരോ ഫോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇവയെ കുറിച്ചിട്ട് നമുക്ക് പരിശോധിക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് സർ ഐസക് ന്യൂട്ടനെയും അദ്ദേഹത്തിന്റെ തലയിലേക്ക് ആപ്പിൾ വീണു എന്നുള്ള കാര്യമായിരിക്കും അല്ലേ. സോ ഐസക് ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ്. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് by virtue of their masses. By Newton's law of gravitation, the gravitational force is directly proportional to the product of the masses and inversely proportional to square of the distance between them. ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ് F = G m1 m2 by r² എന്നുള്ളത്. Where G is the universal gravitational constant. m1 and m2 are the masses of the bodies. R is the distance between the masses. Then the force acting between the two bodies is given as F = G m1 m2 by r². ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ അല്ലേ. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മറ്റെല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നു. അവ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസിന്റെ പ്രൊഡക്റ്റിനും അവ തമ്മിലുള്ള ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ ലോ പറയുന്നത്. അപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അത് യൂണിവേഴ്സ് മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവരിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അപ്ലിക്കബിൾ ആണ്. സോ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വളരെ വീക്കായിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുള്ളൂ. അടുത്ത ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് ന്യൂക്ലിയർ ലെവലിലുള്ളതാണ്. ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ചില പർട്ടിക്കുലർ റിയാക്ഷനിലാണ്, ന്യൂക്ലിയർ റിയാക്ഷനിലാണ് അനുഭവപ്പെടുക. ഈ ന്യൂക്ലിയർ ഫീൽഡ്സ് ആൻഡ് പാർട്ടിക്കിൾ ഫീൽഡ്സ്. പാർട്ടിക്കിൾ ഫീൽഡ്സ് എന്നാൽ സബാറ്റോമിക് പാർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അത്തരം പാർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ്സിന്റെ പഠനശാഖയാണ് പാർട്ടിക്കിൾ ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ഫീൽഡ്സ് ആൻഡ് പാർട്ടിക്കിൾ ഫീൽഡ്സ് ദ വീക്ക് ഇന്ററാക്ഷൻ എന്ന വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് വീക്ക് ഇന്ററാക്ഷൻ, which is also often called a weak force അല്ലെങ്കിൽ weak nuclear force, is the mechanism of interaction between subatomic particles that is responsible for the radioactive decay of atoms. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രവർത്തനങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ പ്രവർത്തനം നടക്കുമ്പോൾ, ചില ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നും ഒരു ഇലക്ട്രോൺ പുറത്തു പോകും. നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യൂക്ലിയസിൽ എങ്ങനെ ഒരു ഇലക്ട്രോൺ പുറത്തു പോവാം? ന്യൂക്ലിയസിന് ചുറ്റും പുറത്താണല്ലോ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ നിന്നും ഇലക്ട്രോൺ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് അവിടെ ഇല്ലാത്ത ന്യൂക്ലിയസിനുള്ളിൽ ഇല്ലാത്ത ഇലക്ട്രോൺ പുതിയ ഉണ്ടായ ഇലക്ട്രോൺ ആവണം. അത്ര സാഹചര്യത്തിൽ വിളിക്കുന്ന പേരാണ് ബീറ്റ ഡികെ. ആൽഫ ഡികെ, ബീറ്റ ഡികെ, ഗാമ ഡികെ ഒക്കെ നമുക്ക് മറ്റു പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ബീറ്റ ഡികെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുമ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണോ പ്രോട്ടോണോ രൂപമാറ്റം സംഭവിച്ചിട്ട് ന്യൂട്രോൺ പ്രോട്ടോണായി മാറുകയോ അല്ലെങ്കിൽ പ്രോട്ടോൺ ന്യൂട്രോണായി മാറുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണോ അല്ലെങ്കിൽ ഇലക്ട്രോൺ സമാനമായ പോസിറ്റീവ് ചാർജുള്ള വസ്തു പോസിട്രോണോ പുറത്തു പോകും. ഒരു ഇലക്ട്രോൺ ആവും, ഇലക്ട്രോൺ സമാനമായ മാസുള്ള പോസിറ്റീവ് ചാർജുള്ള വസ്തു പോസിട്രോണോ പുറത്തു പോകും. അതിന്റെ കൂടെ ന്യൂട്രിനോ അല്ലെങ്കിൽ ആന്റി ന്യൂട്രിനോ എന്ന പേരുള്ള പാർട്ടിക്കിൾസും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രോണോ അല്ലെങ്കിൽ പോസിട്രോണോ അതിന്റെ കൂടെ ന്യൂട്രിനോയോ അല്ലെങ്കിൽ ആന്റി ന്യൂട്രിനോയോ പുറത്തു പോകാം. ഇത്തരം പ്രവർത്തനങ്ങൾ വിളിക്കുന്ന പേരാണ് ബീറ്റ ഡികെ. അപ്പൊ രണ്ട് ബീറ്റ ഡികെ ഉണ്ടാവാം, പോസിറ്റീവ് ബീറ്റ ഡികെ ഉണ്ടാവാം, നെഗറ്റീവ് ബീറ്റ ഡികെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം റിയാക്ഷനിലൊക്കെ ഉൾപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. പക്ഷെ പേര് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ കൂടി ഇതാണ് ഏറ്റവും വീക്കായി വിചാരിക്കുന്നത്. ഏറ്റവും വീക്കായ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അതിന്റെ റേഞ്ച് ലോങ് റേഞ്ച് ആണ്, ഇൻഫിനിറ്റി വരെ ഉണ്ട്. ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പേരിൽ തെറ്റിദ്ധരിക്കരുത്. ഇത് ന്യൂക്ലിയർ റിയാക്ഷൻ ഉൾപ്പെടുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ റേഞ്ചിലാണ് അനുഭവപ്പെടുക. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, വളരെ ചെറിയ റേഞ്ചിൽ അനുഭവപ്പെടുള്ളൂ. ഇറ്റ് ഇസ് വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ആസ് ദ നെയിം സജസ്റ്റ് ഇത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, പോസിറ്റീവ് ചാർജും തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അത് നെഗറ്റീവ് ചാർജ് തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. മാഗ്നറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. സോ ചാർജുകൾ തമ്മിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് തമ്മിലോ അനുഭവപ്പെടുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ന് വിളിക്കുക ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വിളിക്കുക. ഇലക്ട്രിക് ഫോഴ്സ് ആവാം, മാഗ്നറ്റിക് ഫോഴ്സ് ആവാം. അത് രണ്ടും തന്നെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നുള്ളതാണ് മാക്സ്വെൽ തെളിയിച്ചത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വ്യത്യസ്തമായ ആശയങ്ങളല്ല. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒരു നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. ദേ ആർ മ്യൂച്വലി ഡിപെൻഡന്റ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. It is the force exerted by the electromagnetic interaction of electrically charged or magnetically polarized particles or bodies. It is attractive for unlike charges of poles. Unlike charges എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും or poles, നോർത്ത് പോളും സൗത്ത് പോളും. And repulsive for like charges of poles. പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം, അല്ലെങ്കിൽ നോർത്ത് പോൾ ആവാം, സൗത്ത് പോൾ ആവാം. The electromagnetic force obeys inverse square law. Inverse square law എന്ന് പറയുമ്പോൾ 1/r² എന്ന് പറയുന്ന രീതിയിലുള്ള ലോ ആണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. F = G(m1m2/r²) ആണ്. 1/r² എന്നുള്ള ഫോർമാറ്റിലാണ് വന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെ തന്നെയുള്ള മറ്റു ലോ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിലുള്ള ലോ. സോ ഇറ്റ് ഈസ് ആൾസോ ഇൻവേഴ്സ് സ്ക്വയർ ലോ. നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ ആണ് ചെയ്യാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് is attractive or repulsive. Attractive ആവാം, repulsive ആവാം, ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. രണ്ട് ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് is always attractive. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് may be attractive or repulsive. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തുകൊണ്ടാണ് എപ്പോഴും അട്രാക്റ്റീവ് ആവാനുള്ള കാരണം? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആവാനുള്ള കാരണം മാസിന്റെ കേസിൽ നെഗറ്റീവ് മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇല്ല. നമുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. നോർത്ത് പോളിന് ഓപ്പോസിറ്റ് ആയിട്ട് സൗത്ത് പോൾ ഉണ്ട്. പക്ഷേ മാസിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ മാസ് ഇല്ല, നെഗറ്റീവ് മാസ് ഇല്ല. അപ്പൊ നെഗറ്റീവ് മാസ് ഇല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആവുന്നത്, റിപ്പൾസീവ് ഫോഴ്സ് ആവുന്നില്ല. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് ആയാലും മാഗ്നറ്റിക് ഫോഴ്സ് ആയാലും അവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുന്നത് കൊണ്ട് ഫോഴ്സ് എന്താവാം, അട്രാക്റ്റീവ് ആവാം, അതുപോലെ ഉണ്ടാവാം റിപ്പൾസീവ് ആവാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിൽ ഇൻഫിനിറ്റി പറഞ്ഞതുപോലെ വിചാരിക്കരുത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി പറഞ്ഞത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എക്സ്റ്റന്റ് വരെ ഫോഴ്സ് എത്തുന്നില്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ ടേബിളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൽ നോർത്ത് പോള് മറ്റൊരു മാഗ്നറ്റിന്റെ സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. പക്ഷെ നമുക്കറിയാം ടേബിളിന് മുകളിൽ അല്പ ദൂരത്തെ അകലെ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മാഗ്നറ്റ് തമ്മിൽ യാതൊരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ല.
മാഗ്നറ്റുകളെ അടുത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ മാഗ്നറ്റുകൾ തമ്മിൽ ഒരു പ്രത്യേക അകലത്ത് എത്തുമ്പോൾ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുകയും ചെയ്യും. ആ പ്രത്യേക ഡിസ്റ്റൻസിന് പുറത്താണെങ്കിൽ മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഏത് ഡിസ്റ്റൻസിന് അപ്പുറത്താണോ മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യാത്തത്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാണിക്കാത്തത്, ആ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ബൗണ്ടറി. സോ ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുകളിൽ മറ്റൊരു ചാർജിനെ ഫോഴ്സ് എക്സർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറയാം. ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മാഗ്നറ്റിന് മുകളിൽ മറ്റൊരു മാഗ്നറ്റിനെ ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് പുറത്താണെങ്കിൽ ഈ രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് പുറത്താണെങ്കിൽ രണ്ട് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബൗണ്ടറി ആണ് ഇൻഫിനിറ്റി ആയിട്ട് തൽക്കാലം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആശയം റിലേറ്റീവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അത് റിലേറ്റീവ് ആണ്. ഓരോ ചാർജിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫിനിറ്റി വ്യത്യസ്തമായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫിനിറ്റി വ്യത്യസ്തമായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി എവിടം വരേണ്ടോ അതാണ് അതിന്റെ ഇൻഫിനിറ്റി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ബൗണ്ടറി എവിടം വരേണ്ടോ അതാണ് ഇൻഫിനിറ്റി. പക്ഷെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി പറയുമ്പോൾ അത് പ്രപഞ്ചം എവിടം വരെ ഉണ്ടോ, പ്രപഞ്ചത്തിന്റെ എക്സ്റ്റന്റ് എവിടം വരെയാണോ അവിടം വരെയാണ് നമ്മൾ ഇൻഫിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇൻഫിനിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ പറഞ്ഞ ഇൻഫിനിറ്റിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി പറയുന്നത് റിലേറ്റീവ് ആണ്. ഇറ്റ് മേ വാരി ഡിപ്പെൻഡ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. അതുകൊണ്ട് തന്നെ രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ റേഞ്ച് ഇൻഫിനിറ്റി ആണ് പറയുമ്പോൾ മനസ്സിലാക്കണം അത് റിലേറ്റീവ് ആണ്. The last one is strong nuclear force. As the name suggests, it is the strongest force among fundamental forces. Strong nuclear force ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. പക്ഷേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല ഏറ്റവും വീക്ക് ആയിട്ടുള്ളത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ന്യൂക്ലിയർ ലെവലിലാണ് ഫോഴ്സ് അനുഭവപ്പെടുക. The strong interaction അല്ലെങ്കിൽ strong nuclear force is observable at two ranges. രണ്ട് ലെവലിലാണ് അത് അനുഭവപ്പെടുക. On a larger scale എന്ന് പറയുമ്പോൾ 1 × 10⁻15 10⁻15 മീറ്റർ 10⁻15 മീറ്റർ എന്നുള്ളത് വേണം നമുക്ക് ഫെർമി വിളിക്കാം. അപ്പോൾ 1 ഫെർമി ടു 3 ഫെർമി 3 × 10⁻15 മീറ്റർ. അപ്പോൾ 1 × 10⁻15 മീറ്റർ മുതൽ 3 × 10⁻15 മീറ്റർ വരെ 1 ഫെർമി ടു 3 ഫെർമി, അതാണ് ലാർജ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയർ ലെവലിലാണ് ഓർക്കണം. ന്യൂക്ലിയസിന്റെ ആ ഒരു സൈസിനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂക്ലിയസിന്റെ സൈസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഞ്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സിന്റെ റേഞ്ച് മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും കേസുകൾ പറഞ്ഞപ്പോൾ ന്യൂക്ലിയർ ലെവലിലേക്കുള്ള റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈസ് ഓഫ് പ്രോട്ടോൺ ഒക്കെ പറഞ്ഞപ്പോൾ സബാറ്റീവ് പാർട്ടിക്കിളിന്റെ സൈസ് പറയുമ്പോൾ 10⁻15 റേഞ്ചാണ് പറയുന്നത്. 1 ഫെർമി മുതൽ 3 ഫെർമി വരെയുള്ള റേഞ്ചിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ അത് താഴത്തെ ഫോഴ്സ് അതിൽ താഴെയുള്ള ലെവലിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആവാം. ഓൺ എ സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 ഫെർമിയിലും താഴെ 0.8 ഫെർമി ആ ലെവലിലുള്ള ഫോഴ്സ് ആവാം. അത് രണ്ട് രീതിയിലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം. ഓൺ എ ലാർജർ സ്കെയിൽ ദാറ്റ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ ടു ഫോം ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്ന ഫോഴ്സ്. നമുക്കറിയാം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ പ്രോട്ടോൺ ന്യൂട്രോണും കൂടി ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്ത് നിൽക്കണം. പ്രോട്ടോണും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. കാരണം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അടുത്ത പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ഒന്നുകൂടി പ്രോട്ടോണുകൾ വരികയാണെങ്കിൽ ആ പ്രോട്ടോണുകൾ നമ്മൾ റിപ്പൽ ചെയ്യും. പക്ഷെ അങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് പ്രോട്ടോണുകൾ റിപ്പൽ ചെയ്ത് പുറത്തു പോകാൻ പാടില്ല, അത് ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്ത് നിൽക്കണം. അതേപോലെ തന്നെ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള അത്തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല, കാരണം ന്യൂട്രോണിന്റെ ചാർജ് ഇല്ലല്ലോ. അപ്പോൾ പ്രോട്ടോണിനെ റിപ്പൽ ചെയ്യാതെ അട്രാക്ട് ചെയ്ത് നിർത്തുകയും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്ത് നിർത്തുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ചാർജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് കാൾഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ന്യൂക്ലിയസിനുള്ളിൽ ഒരുമിച്ച് നിർത്തുന്നതാണ്. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ആർ കാൾഡ് കളക്റ്റീവ്ലി ന്യൂക്ലിയോൺസ്. അല്ലെ, ന്യൂക്ലിയസിനുള്ളിലുള്ള വസ്തുക്കളാണ് ന്യൂക്ലിയോൺസ് വിളിക്കാം. ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓൺ എ ലാർജ് സ്കെയിൽ. സ്മോളർ സ്കെയിലാണെങ്കിലോ സ്മോളർ സ്കെയിൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ക്വാർക്സ് ടു ഫോം പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എക്സെട്ര. ക്വാർക്സ്, അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും നിർമ്മിക്കപ്പെട്ടുള്ള വസ്തുക്കൾ വിളിക്കുന്ന പേരാണ് ക്വാർക്സ്, ദേ കാൾഡ് ക്വാർക്സ്. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റമാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള തിങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സിന്റെ ഡെവലപ്മെന്റ് അല്ലേ. ഫിസിക്സിന്റെ കേസിൽ ഫൈനൽ തിയറി എപ്പോഴും ഇല്ല, തിയറിയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
അൺക്വസ്റ്റൻഡ് ആയിട്ടുള്ള അതോറിറ്റി ഇല്ല. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചു നോക്കും. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നീട് മനസ്സിലായി ആറ്റത്തിലുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂക്ലിയസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വിചാരിച്ചു. പിന്നീട് മനസ്സിലായി ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് വീണ്ടും അറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോക്സ് എന്ന വസ്തുക്കൾ കൊണ്ടാണ്. ഇങ്ങനെ കോക്സ് ഉൾക്കൊണ്ടുകൊണ്ട് കോക്സിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആക്കി മാറ്റുമ്പോൾ കോക്സിനെ ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടോണും ന്യൂട്രോൺസും പോലത്തെ സബാറ്റോമിക് പാർട്ടിക്കിളാക്കി നിലനിർത്തുന്ന ഫോഴ്സ് അത് സ്മോളർ സ്കെയിലുള്ള ഫോഴ്സ് ആണ്. ദാറ്റ് ഇസ് ആൾസോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയർ ലെവലിലാണ് അനുഭവപ്പെടുക. ന്യൂക്ലിയസിനുള്ളിലാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ റേഞ്ച് വളരെ ചെറുതായിരിക്കും, സ്മോൾ റേഞ്ച് ആയിരിക്കും, പക്ഷെ വളരെ സ്ട്രോങ് ആണ്. വളരെ ചെറിയ റേഞ്ച് ആണെങ്കിൽ കൂടി വളരെ സ്ട്രോങ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫോഴ്സുകളുടെ ഒരു സ്ട്രെങ്ത്തിലുള്ള കമ്പാരിസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഈ പറഞ്ഞ് പലപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ സ്ട്രെങ്ത്തിലുള്ള കമ്പാരിസൺ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും വീക്ക്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഏകദേശം ഒരു 10⁻36-37 ടൈംസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരിക. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും കാണാൻ പറ്റുന്ന ഫോഴ്സാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റത്തില് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺസും ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് തമ്മിലുള്ളൊരു ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺസ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ് ആക്ച്വലി ഇലക്ട്രോൺസിനെ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ലോങ് റേഞ്ച് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആ രീതിയിലാണ് ഇതിന് ലോങ് റേഞ്ച് ഫോഴ്സ് ആയിട്ട് അതിന്റെ റേഞ്ച് ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പക്ഷെ ആ ഫോഴ്സുകൾ തമ്മിലുള്ള അട്രാക്ട് ചെയ്യുന്ന റിപ്പൽ ചെയ്യുന്ന ദൂരം നമ്മൾ എന്ത് ചെയ്യരുത്, ഇൻഫിനിറ്റി ആക്കി എടുക്കരുത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ ഇൻഫിനിറ്റി ആയിരിക്കരുത്. അതാണ് നേരത്തെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതേപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും ആറ്റം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ബിക്കോസ് എല്ലാ വസ്തുക്കളും ഇലക്ട്രിക്കൽ ന്യൂട്രലാണ്. ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാളും ഒരുപാട് സ്ട്രോങ് ആണ്. 10⁻37 10⁻36 ടൈംസ് ഒക്കെ സ്ട്രോങ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാളും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അത്രയോളം എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം വസ്തുക്കളൊക്കെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പിന്നെ എന്തിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അത്രത്തോളം സ്ട്രോങ് ഫോഴ്സായി മാറിയത്? ഞാൻ ആലോചിച്ച് നോക്കൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. ഒരു ബുക്ക് ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഇങ്ങനെ ബുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ആ ബുക്ക് താഴത്തേക്ക് എർത്ത് ആ ബുക്കിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്റെ കാലിനടിയിലുള്ള ഭൂമി, ആ ഭൂമി എന്റെ കയ്യിലുള്ള ബുക്കിനെ സ്ട്രോങ് ആയിട്ട് താഴത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്യുമ്പോൾ ആ ബുക്ക് ഞാൻ കൈ എടുത്ത് കഴിഞ്ഞാൽ ബുക്ക് താഴത്തേക്ക് വരും. അതാണ് നമുക്കറിയാം എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നറിയാം. പക്ഷെ എന്റെ കൈ ഇരിക്കുമ്പോൾ ആ ബുക്ക് താഴത്തേക്ക് പോകുന്നില്ല. കാരണം ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരെ ഞാൻ കൈകൊണ്ട് മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവണം. അപ്പൊ എന്റെ കയ്യിലുള്ള ബുക്കിന് താഴത്തേക്ക് വിടാതിരെ ഞാൻ സപ്പോർട്ടീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ടീവ് ഫോഴ്സ് കയ്യിലെയും അതുപോലെ തന്നെ ബുക്കിലെയും സർഫസുകൾ തമ്മിലുള്ള ആറ്റങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ താഴത്തേക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഞാൻ മുകളിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു സർഫസുകൾ തമ്മിൽ ഉണ്ടാവണം. ബുക്കിന്റെയും കൈയുടെ പ്രതലങ്ങൾ തമ്മിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവണം. എന്നാലേ അത് സപ്പോർട്ട് ചെയ്ത് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു ചെറിയ ലെവലിലുള്ള ഫോഴ്സ് എത്രത്തോളം സ്ട്രോങ് ആവണം, എന്നാലേ അത് ഭൂമിയിലേക്ക് പോകുന്നതിന് തടയാൻ സാധിക്കുന്നുള്ളൂ. വളരെ മാസീവായിട്ടുള്ള എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ ബുക്കും കൈയും തമ്മിലുള്ള ചെറിയൊരു പ്രതലത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എത്രത്തോളം സ്ട്രോങ്ങറായി മാറണം. അതുതന്നെയാണ് എർത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ സ്റ്റെബിലിറ്റിക്ക് കാരണം. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഒക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ ഒരു കമ്പാരിസൺ നോക്കി നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. പറഞ്ഞ കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ്. അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അത് വീക്ക് ഫോഴ്സ് ആണ്.
It is short range force. Electromagnetic force strong force ആണ്, അത് long range force ആണ്. Finally, strong nuclear force strongest force ആണ്. It is a short range force. ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ഒരു കമ്പാരിസൺ. നമുക്ക് ഇതിന്റെ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കാം. ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് 1 എടുക്കാം. മാഗ്നിറ്റ്യൂഡ് എത്ര ഇവിടെ തകരെ 1 എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻26 ടൈംസ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻26 ടൈംസ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയോളം വീക്കായി നോക്കിക്കോ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ഫോഴ്സ് പോലും ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻26 ടൈംസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലോ 10⁻37 ടൈംസ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻37 ടൈംസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ചിലപ്പോൾ 10⁻36 നൽകാറുണ്ട്. 10⁻37 ടൈംസ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആവട്ടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ 100 ടൈംസ് ആണ്. സോ അത് 10⁻39 ആയി. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 10⁻39 ചിലപ്പോൾ 38 നൽകാറുണ്ട്. അത്രയും ടൈംസ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത്. ഇതിന്റെ ഒരു അസെൻഡിങ് മോഡലാണ്. ഇപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്തിന്റെ ഒരു ഇൻക്രീസിംഗ് മോഡലാണ് എഴുതിയിട്ടുള്ളത്. തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, ഡിക്രീസിംഗ് ഓർഡറിൽ വേണമെങ്കിൽ ചോദിക്കാം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ 1 എടുക്കാനുള്ളത്. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയാണ് വീക്കസ്റ്റ് ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 1 ആക്കി എടുത്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിലേക്ക് വന്നപ്പോൾ. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 1 എടുത്തിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് വരുമ്പോൾ എത്രയാണ് വാല്യൂ ഉണ്ടാവുക നോക്കാം. അതിന് ഡിസെൻഡിങ് ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് 1 എടുക്കുകയാണെങ്കിൽ തിരിച്ചുള്ള ഓർഡർ ആണത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 10⁻² ടൈംസ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻13 ടൈംസ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 10⁻39 ടൈംസ് ആണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ 10⁻39 ടൈംസ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരുന്നത്. ഇനി ഇപ്പോൾ ഞാനത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1ഉം അപ്പോൾ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1 എടുത്തിട്ടാണ് ഈ 2 ഓർഡർ ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് ദ ഡിക്രീസിംഗ് ഓർഡർ. നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ഫോഴ്സിനെ വെച്ചിട്ടും അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് വെച്ചിട്ട് 1 എടുത്തിട്ട് ബാക്കിൽ കാണാൻ കഴിയും. ഏതിനും 1 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഓർഡർ ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മുതൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരെയുള്ള ഈ റേഷ്യോ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് 1 ആക്കി എടുത്തുകൊണ്ട് ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് 1 എടുത്തത്, അത് വെച്ചിട്ടാണ് ഈ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനാണ് 1 ആക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഓർഡർ ചെയ്തെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 10⁻37 എന്നുള്ളത് 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ 10⁻37 ഡിവൈഡ് ചെയ്യണം. 10⁻37 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 10⁻37 മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ 10⁻37 വരും. ഇവിടെ 10⁻26 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 10⁻11 വരും. 10⁻39 10⁻37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 10⁻2 വരും. സോ യു കൻ ടേക്ക് എനി ഓഫ് ദിസ്. ഇതിൽ ഏതിനു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ആക്കി എടുത്തുകൊണ്ട് റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ പറ്റും. പരീക്ഷ ചോദിക്കുന്ന ചോദ്യം ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടോ ആയിക്കൊള്ളുന്നില്ല. ഏതിനെ ബേസ് ചെയ്തിട്ടാവാം. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിന് ബേസ് ചെയ്തുകൊണ്ടും റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ സാധിക്കും. യൂണിഫിക്കേഷൻ ഫോഴ്സസ് നമ്മൾ പറഞ്ഞ ഫിസിക്സിലെ പ്രധാനപ്പെട്ട 2 ആശയമാണ് യൂണിഫിക്കേഷനും അതുപോലെ തന്നെ റിഡക്ഷനും അല്ലേ. യൂണിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ നിയമങ്ങൾ കൂടിച്ചേർത്തിട്ട് ഒരു പ്രധാനപ്പെട്ട നിയമമാക്കി മാറ്റുക. അതാണ് യൂണിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യൂണിഫിക്കേഷന്റെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. യൂണിഫിക്കേഷൻ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് മീൻസ് ഓൾ ദ ഫോഴ്സസ് ഓഫ് നാച്ചർ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ബൈ എ സിംഗിൾ തിയറി ബട്ട് ഓൺലി അറ്റ് ഹൈ എനർജീസ് ഷുഡ് ദ ബിഹേവിയർ ഓഫ് ദ ഫോഴ്സസ് കമ്പൈൻ. നമുക്ക് വേണം എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ഫോഴ്സുകളൊക്കെ വേണം എന്ത് ചെയ്യാം? യൂണിഫൈ ചെയ്ത് മറ്റ് ഫോഴ്സ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റി അന്വേഷിക്കുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ ഹൈ എനർജിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പോസിബിൾ ആവുള്ളൂ. അങ്ങനെ ഫിസിക്സിന്റെ കേസിൽ നടന്നിട്ടുള്ള യൂണിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് അറിയുന്ന യൂണിഫിക്കേഷൻ സർ ഐസക് ന്യൂട്ടന്റെ ഫസ്റ്റ് ഗ്രേറ്റ് യൂണിഫിക്കേഷൻ ആണ്. അദ്ദേഹം സെലസ്റ്റിയലും ടെറസ്ട്രിയലുമായിട്ടുള്ള വസ്തുക്കളുടെ മുകളിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അവതരിപ്പിച്ചു അല്ലെ. ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്. ദെൻ സെക്കൻഡ് ഗ്രേറ്റ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെയാണ്. അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒപ്റ്റിക്സ് എന്ന് ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലായിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലായിക്കോട്ടെ ഒപ്റ്റിക്സിന്റെ കേസിലായിക്കോട്ടെ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ മുതൽ ഇലക്ട്രിക് ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫോഴ്സിനെയൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് ആശയം അവതരിപ്പിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡ് ഗ്രേറ്റ് യൂണിഫിക്കേഷൻ ഇൻ ഫിസിക്സ്. ദെൻ പിന്നീട് നടന്ന യൂണിഫിക്കേഷൻ 1979 ഷെൽഡൻ ഗാഷോ, അബ്ദുൽ സലാം, സ്റ്റീവൻ വോയിൻബർഗ്
എന്നീ ശാസ്ത്രജ്ഞർ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും കൂടി യൂണിഫൈ ചെയ്തുകൊണ്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന ആശയം അവതരിപ്പിച്ചു. അബ്ദുൽ സലാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പാകിസ്ഥാനിയാണ്. അദ്ദേഹമാണ് പാകിസ്ഥാനിലെ സയൻസിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടിയുള്ള ശാസ്ത്രജ്ഞൻ. ഈ ഒരു ആശയത്തിന് ഈ 3 ശാസ്ത്രജ്ഞർക്കും നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഈ തിയറി അറിയപ്പെടുന്നത് വെയ്ൻബെർഗ് സലാം തിയറി എന്നാണ്. അപ്പോൾ ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ആ ഒരു തിയറി അറിയപ്പെടുന്നത് വെയ്ൻബെർഗ് സലാം തിയറി എന്നാണ്. നെക്സ്റ്റ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗാന്ധി യൂണിഫൈഡ് തിയറിയാണ്. GUT എന്ന ഷോർട്ട് ഫോമിലാണ് അത് അറിയപ്പെടുക. GUT is a model in particle phase in which at high energies the 3 fundamental forces of the standard model എന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഈ 3 ഫോഴ്സുകളെയും കൂടി ഒരുമിച്ച് കാണാൻ ശ്രമിക്കുന്ന മോഡലാണ് സ്റ്റാൻഡേർഡ് മോഡൽ. സ്റ്റാൻഡേർഡ് മോഡലിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള ഈ 3 ഫോഴ്സുകളെയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഉള്ള ആശയമാണ് ഗാന്ധി യൂണിഫൈഡ് തിയറി. അപ്പോൾ ഗാന്ധി യൂണിഫൈഡ് തിയറി മോഡൽസ് predict that at even higher energy the strong interaction and the ultra weak interaction will unify into a single electronuclear interaction. അപ്പോൾ ഗാന്ധി യൂണിഫൈഡ് തിയറി അനുസരിച്ചിട്ട് ഇലക്ട്രോ വീക്ക് ഇൻട്രാക്ഷൻ, ഇലക്ട്രോ വീക്ക് ഫോഴ്സും അതുപോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തായി മാറുന്നു? ഇലക്ട്രോ ന്യൂക്ലിയർ ഫോഴ്സ് ആയിട്ട് മാറുന്നു. പക്ഷെ ഹൈ എനർജിയിലാണ് സാധിക്കുക എന്നതാണ്. ഇറ്റ് ഇസ് നോൺ ആസ് ഗാന്ധി യൂണിഫൈഡ് തിയറി. നൗ ഫൈനലി ഇപ്പോൾ നമുക്ക് ലഭിച്ചത് 3 ഫോഴ്സുകളാണ് കമ്പൈൻ ചെയ്തത്. 3 ഫോഴ്സുകളുടെ കൂട്ടത്തിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കിട്ടുന്ന മോഡലാണ് സൂപ്പർ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി ആ ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുള്ളത്. 4 ഫോഴ്സുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് സൂപ്പർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ഫോഴ്സിനെ കുറിച്ച് മാത്രം പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ വളരെ ഈസി അല്ലേ. അത് പറഞ്ഞു ഫിസിക്സ് അഡ്വാൻസ് ചെയ്യുന്നതോടുകൂടി ബേസിക് ആയിട്ടുള്ള ലോസ് ഒക്കെ കൂടി ഒരു ലോ ആയിട്ട് മാറും, എണ്ണം കുറഞ്ഞു വരും അല്ലേ. സോ ഇതാണ് മനസ്സിലായത്. ഫണ്ടമെന്റൽ ഫോഴ്സുകളെ ക്ലബ് ചെയ്തുകൊണ്ട് ഫോഴ്സുകൾ എണ്ണം കുറച്ചുകൊണ്ട് സിംഗിൾ ഫോഴ്സാക്കി മാറ്റാനുള്ള ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് സൂപ്പർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ആശയം അവതരിപ്പിക്കുന്നത്. സൂപ്പർ ഗ്രാവിറ്റി is a type of quantum theory of elementary particles and their interactions that is based on the particle symmetry known as supersymmetry and that naturally involves gravitational force along with other fundamental forces, the electromagnetic force, weak nuclear force and the strong nuclear force. അപ്പോൾ 4 ഫോഴ്സുകളും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ടാണ് സൂപ്പർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചുള്ളത്. നമ്മൾ പറഞ്ഞുള്ള ഈ 4 കാര്യങ്ങളെ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോഴ്സുകൾ, അതായത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും, അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് ആയി മാറുന്നു. ഇലക്ട്രോ വീക്ക് ഫോഴ്സിന്റെ കൂടെ 4ാമത്തെ ഫോഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നു. അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി വരുന്നു. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ കൂടെ ആദ്യത്തെ ഫോഴ്സ് നമ്മൾ പറഞ്ഞുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി ക്ലബ് ചെയ്തിട്ട് ഫൈനലി സൂപ്പർ ഗ്രാവിറ്റി അല്ലെങ്കിൽ ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ആശയം വരുന്നു. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 4ഉം കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുക സൂപ്പർ ഗ്രാവിറ്റി അല്ലെങ്കിൽ ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് ആയിരിക്കും. യൂണിഫിക്കേഷൻ ഫോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം ഇതായിരുന്നു. ഇത്രയാണ് യൂണിഫിക്കേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഈ പാഠത്തിലെ അവസാനത്തെ സെഷനാണ് നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ്. ഫിസിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് ഫിസിക്കൽ ലോസ് എന്ന് പറയാം. നമുക്കറിയാം ഒരുപാട് നിയമങ്ങളുണ്ട്. യൂണിഫിക്കേഷൻ തിയറി അനുസരിച്ച് അത്തരം നിയമങ്ങളിലേക്ക് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് ഫിസിക്സ് പ്രയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമങ്ങളിലേക്ക് എത്തുന്നു. ഇതേപോലെ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ വസ്തു ചലിക്കുമ്പോൾ അതിന്റെ പൊസിഷനിലെ മാറ്റം ഉണ്ടാവാം. നമ്മൾ ഒരു വസ്തുവിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ അതിനുള്ള പാർട്ടിക്കിളിന്റെ കോൺഫിഗറേഷൻ മാറ്റം ഉണ്ടാവാം. പക്ഷേ ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ചില ക്വാണ്ടിറ്റി മാറാതിരിക്കും, ചില ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടാവില്ല. അത്തരം ക്വാണ്ടിറ്റിയാണ് വിളിക്കുന്ന ഒരു കൺസർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അത് കൺസർവ് ചെയ്യപ്പെടുന്നത്. ആ കൺസർവ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം ഇതാ കൺസർവേഷൻ ലോസ്. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഫിസിക്കൽ ലോ എന്താണെന്നും കൺസർവേഷൻ ലോസ് എന്താണെന്നുമാണ് ചർച്ച ചെയ്യാനുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ എ ഫിസിക്കൽ ലോ? എ ഫിസിക്കൽ ലോ, സയന്റിഫിക് ലോ or a law of nature is a scientific generalization based on empirical observations of physical behavior. Empirical laws are typically conclusions based on repeated scientific experiments over many years and which have become accepted universally within the scientific community. ഈ ഒരു ആശയം കേൾക്കുമ്പോൾ ടഫായിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് തോന്നുന്നതിൽ കൂടി മുമ്പോട് പറഞ്ഞ കാര്യമാണ്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞ ആശയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു പ്രോബ്ലത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ
ഒരു മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയും ആ ഹൈപ്പോത്തസിന്റെ മോഡൽ എക്സ്പെരിമെന്റ് ചെയ്യുകയും ഫാൾസിഫിക്കേഷൻ നടത്തുകയും അതിന് ജനറലൈസ് ചെയ്ത് തിയറി ആക്കി മാറ്റുകയും ചെയ്യുക. അതാണ് സയന്റിഫിക് മെത്തേഡ്. അങ്ങനെ സയന്റിഫിക് മെത്തേഡിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു എംപിരിക്കൽ ലോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ്, ആ ഹൈപ്പോത്തസിന്റെ ബേസിൽ എക്സ്പെരിമെന്റുകൾ നടത്തുകയും ആ വർഷങ്ങളായി എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ട് അത് ഫൈനലായിട്ട് തിയറി ആയി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഒരു ഫിസിക്കൽ ലോ. ദാറ്റ് ഈസ് എ ലോ. അതാണ് ലോ എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ലോ എന്ന് വിളിക്കാം, സയന്റിഫിക് ലോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് നാച്ചർ എന്ന് വിളിക്കാം. അത് പ്രകൃതിയിൽ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ഒരേപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരിക്കാം. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ലോ. അങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ ലോയിലേക്ക് എത്തുന്നത്. എന്താണ് കൺസർവേഷൻ ലോസ്? A physical quantity that is the same before and after an event or interaction is called a conserved quantity. നമ്മൾ പറഞ്ഞു, ഒരു പ്രവർത്തനം നടക്കുന്നതിന് മുമ്പോ നടന്ന ശേഷമോ ഒരു ക്വാണ്ടിറ്റിയിൽ മാറ്റം വരാതിരിക്കുകയാണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണ് കൺസർവ്ഡ് ക്വാണ്ടിറ്റി. Those laws of nature that states that some physical quantity is the same before and after an event or interaction are called conservation laws. ഒരു പ്രവർത്തനം നടക്കുന്നതിന് മുമ്പും അതിനുശേഷവും ആ ക്വാണ്ടിറ്റി കൺസർവ്ഡ് ആവും എന്ന് പറയുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് നമ്മൾ കൺസർവേഷൻ ലോസ് എന്ന് വിളിക്കുന്നത്. Conservation laws are applicable for isolated systems. Isolated സിസ്റ്റത്തിനാണ് കൺസർവേഷൻ ലോസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം? നിങ്ങൾക്കറിയാം, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സിസ്റ്റത്തിന് പുറത്തുള്ള ഒക്കെ സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ മാറ്ററോ എനർജിയോ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, മാറ്ററും എനർജിയും സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഉള്ളിലേക്ക് വരികയോ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിലാണ് കൺസർവേഷൻ ലോസ് അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഏതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസർവേഷൻ ലോസ്? നമ്മൾ സ്ഥിരമായി പറയുന്ന ചില കൺസർവേഷൻ ലോസ് ആണ് ലോ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ലോ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അനുസരിച്ചിട്ട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് ബോഡിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൽ ചാർജ് നഷ്ടപ്പെടുകയില്ല. അതിലേക്ക് നമുക്ക് പുതിയതായിട്ട് ചാർജുകളെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ ചാർജ് കൊടുക്കാം, ചാർജ് എടുക്കാം, പക്ഷേ അതിലുള്ള ചാർജുകൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ കഴിയില്ല. ചാർജിനെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ നെറ്റ് ചാർജ്, ടോട്ടൽ ചാർജ് റിമൈൻസ് എ കോൺസ്റ്റന്റ്. ലോ കൺസർവേഷൻ ഓഫ് മാസ്. മാസിന്റെ കേസിൽ ഇതേപോലെ തന്നെയാണ്. മാസ് കാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. മാസിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. മാസിനെ വേറെ ഫോമിലേക്ക് ആക്കി മാറ്റാം. ഏത് ഫോമിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് അറിയാവുന്നത്? അക്കോർഡിംഗ് ഐൻസ്റ്റൈൻ മാസ് എനർജി ഇക്വാലൻസ്, അല്ലെ, E = mc² എന്ന ആശയം. E = mc² എന്ന ആശയം അനുസരിച്ചിട്ട് മാസിനെ നമുക്ക് എനർജി ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ എനർജിയെ മാസ് ആക്കാനും സാധിക്കും. മാസ് കാൻ ബി കൺവേർട്ടഡ് ഇൻടു എനർജി, എനർജി കാൻ ബി കൺവേർട്ടഡ് ഇൻടു മാസ്, അല്ലെ. അപ്പോൾ മാസിനെ എനർജി ആക്കാനും എനർജിയെ മാസ് ആക്കി മാറ്റാനും സാധിക്കും. അതാണ് ഐൻസ്റ്റൈന്റെ മാസ് എനർജി ഇക്വാലൻസ്, E = mc² എന്ന് പറയുന്ന ആശയം. ഇനി ലോ കൺസർവേഷൻ ഓഫ് എനർജി എളുപ്പത്തിൽ നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ് ലോ കൺസർവേഷൻ ഓഫ് എനർജി. അതുകൊണ്ട് ലോ കൺസർവേഷൻ എനർജി can neither be created nor be destroyed, but one form of energy can be converted into another form, അല്ലേ. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ചില കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എനർജിയാണ് പറയുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മാണ് മെക്കാനിക്കൽ എനർജി. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി പറഞ്ഞാൽ താഴത്തേക്ക് പോകുന്ന വസ്തു. അപ്പോൾ താഴത്തേക്ക് പോകുന്ന വസ്തുവിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എപ്പോൾ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു കൺസേർവ്ഡ് ഫോഴ്സ് ആണ്. എന്താണ് കൺസേർവ്ഡ് ഫോഴ്സ് ഉള്ളത് നമുക്ക് മറ്റൊരു യൂണിറ്റിൽ വിശദമായി പഠിക്കാനുണ്ട്. അങ്ങനെ കൺസേർവ്ഡ് ഫോഴ്സിന്റെ കേസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കൺസർവേഷൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി ആണ് പറയുന്നത്. കൺസർവേഷൻ എനർജി എപ്പോഴും പോസിബിൾ ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ കൺസർവേഷൻ എനർജി എപ്പോഴും പോസിബിൾ ആണ്. കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഒരു കൺസർവ്ഡ് ഫോഴ്സ് ആവണം. അപ്പോൾ കൺസർവ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ എനർജി മെക്കാനിക്കൽ എനർജി നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് കൺസർവേഷൻ എനർജിയാണ്. മെക്കാനിക്കൽ എനർജിയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് കൺസർവ്ഡ് ഫോഴ്സ് ആവണം. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. എനർജി കാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി കാൻ ബി കൺവേർട്ടഡ് ടു അനദർ ഫോം. നെക്സ്റ്റ് വൺ ഈസ് ലോ കൺസർവേഷൻ മൊമെന്റം. മൊമെന്റം പറയുന്നത് മാസിന്റെ വെലോസിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് മൊമെന്റം. മൊമെന്റം രണ്ട് രീതിയിലുണ്ട്. ലീനിയർ മൊമെന്റം ഉണ്ട്, ആംഗുലർ മൊമെന്റം ഉണ്ട്. അതുകൊണ്ട് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയാം, ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പറയാം. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഈ കൺസർവേഷൻ ലോസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇനി വരും പാഠങ്ങളിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ വരും ദിനങ്ങളിൽ +1 + 2 പഠിക്കാനുള്ളത്, അതിന്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, മൊമെന്റം ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റു പാഠങ്ങൾ വിശദമായി പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആമുഖമായിട്ട് വേണം ഇതൊക്കെ കാണാൻ, ഈ പാഠത്തിൽ പറയുന്ന ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇത്തരം കൺസർവേഷൻ ലോസുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. കൺസർവേഷൻ ലോസും നാച്ചറിന്റെ സിമെട്രി തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നാച്ചർ ലവ് സിമെട്രി. പ്രകൃതി എപ്പോഴും സിമെട്രി ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കൺസർവേഷൻ ലോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിമെട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്, ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാണ്. അതേ എക്സ്പെരിമെന്റ് വർഷങ്ങൾക്ക് ശേഷം അതേ ലാബിൽ അതേ സാഹചര്യത്തിൽ തന്നെ അതേ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. മുമ്പ് നിങ്ങൾ ചെയ്ത അതേ റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുക. അപ്പോൾ പ്രകൃതി എപ്പോഴും സിമെട്രി, ആ ഒരു നേരത്തെ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സിമെട്രിക്കായിട്ട് അതേ കാര്യം തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ നാച്ചറിന് സാധിക്കും. സോ കൺസർവേഷൻ ലോസിന്റെ ഒരു പ്രാധാന്യം ഇതാണ്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ഒരു സ്ഥലത്തിനും പ്രത്യേക പ്രാധാന്യമില്ല. എല്ലാ സ്ഥലവും എല്ലാ പോയിന്റും ഒരേപോലെ തന്നെയാണ്. സ്പേസ് ഹോമോജീനിയസ് ആണ്. ദർ ഇസ് നോ പ്രിഫേർഡ് ലൊക്കേഷൻ ഇൻ ദ യൂണിവേഴ്സ്. ഒരു ലൊക്കേഷൻ പ്രത്യേക പ്രിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി എല്ലാ പോയിന്റ്സിലും ഫണ്ടമെന്റൽ ലോസ് ഒരേപോലെയാണ് അനുഭവപ്പെടുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, മാസ്, എനർജി, മൊമെന്റ് ആയിക്കോട്ടെ ഒക്കെ ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്യാം. പക്ഷേ ആ പോയിന്റുകളിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ പരിഗണനയിലെ ഫിനോമിനൻ വേറെ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, അനുഭവപ്പെടുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഒരേപോലെ അനുഭവപ്പെടുന്ന നിയമമാണ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഇതിലുള്ളത്. പക്ഷേ ഭൂമിയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആക്സലേഷൻ കാണുകയാണെങ്കിൽ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിന്റെ 1/6 മാത്രമേ ഉണ്ടാവുള്ളൂ ചന്ദ്രനിൽ പോയി മെഷർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മൂന്നിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നൊക്കെ ഡീറ്റെയിൽ മറ്റൊരു ക്ലാസ് പഠിക്കാം, മറ്റു അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ മൂന്നിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എർത്തിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 1/6 മാത്രമേ ഉള്ളൂ. 1/6 ആണ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന് ഭൂമി എത്രത്തോളം ഭാരമുണ്ടോ അതിന്റെ 1/6 ഭാരമേ മൂന്നിൽ ചന്ദ്രനിൽ അനുഭവപ്പെടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഫിനോമിനൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവ രണ്ട് സ്ഥലത്തും, മൂന്നിലായിക്കോട്ടെ എർത്തിലായിക്കോട്ടെ, രണ്ട് സ്ഥലത്തും പരിഗണിക്കപ്പെടുന്ന ഫോഴ്സ് സെയിം ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തന്നെയാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നെയാണ്. അതുകൊണ്ട് നാച്ചർ ലവ് സിമെട്രി, ദർ ഇസ് നോ പ്രിഫേർഡ് പോയിന്റ് ഇൻ നാച്ചർ. ഈ പഠനം സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Which is the strongest force among fundamental forces? You know that strong nuclear force ആണ്. Which force binds protons and neutrons and nucleus? അതും strong nuclear force ആണ്. Which is the weakest force among fundamental forces? Gravitational force ആണ്. Which force is present between all objects in the universe? ഇത് gravitation force ആണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളാണ് പല പ്രാവശ്യം ഈ യൂണിറ്റിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് ആയിരുന്നു. എന്താണ് ഫിസിക്സ്, എന്താണ് സയൻസ്, ഫിസിക്സും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഫിസിക്സ് സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഏതെല്ലാമാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഏതെല്ലാമാണ് ബേസിക് കൺസർവേഷൻ ലോസ്, അതിനെക്കുറിച്ചുള്ളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ അല്ലെങ്കിൽ +1 +2 നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആമുഖം ഒക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പാഠം ഉണ്ടാവുക. സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത ചില പുതിയ ആശയങ്ങൾ പരിചയപ്പെടാം. താങ്ക് യു.